വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം തൻ്റെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട്, എന്താണ് പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ മുമ്പിൽ ഒരു പ്രശ്നവും അത് പരിഹരിക്കാനുള്ള സമയം 1 മണിക്കൂറും തന്നാൽ ഞാൻ അത് ഭൂരിപക്ഷ സമയവും ഉപയോഗിക്കുക ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താതെ അതിലേക്കുള്ള സാഹചര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കണ്ടെത്തിയിട്ട് പരിഹരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയാവുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയില്ല. രണ്ടാമതായിട്ട്, കഴിയുന്നത്ര പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രശ്നത്തിന് നമുക്ക് ഒരുപാട് പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ, പരിഹാരങ്ങളായിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ മുന്നിൽ, അതൊക്കെ നമ്മൾ കണ്ടെത്തുക. മാക്സിമം എത്രയോ കണ്ടെത്താൻ പറ്റുന്ന അത്രയും കണ്ടെത്തുക. മൂന്നാമതായിട്ട്, അതിൽ നിന്നുള്ള ഈ ഒരുപാട് ഓപ്ഷനുകൾ കണ്ടെത്തുക, അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, സമയം. അതിന് എത്ര സമയം, ആ പരിഹരിക്കാൻ എത്ര സമയമെടുക്കും. മറ്റൊന്ന്, അതിൻ്റെ സാമ്പത്തിക ചെലവ്. അതിൽ മൂന്നാമതൊന്ന്, മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഉപകാരപ്പെടും, മറ്റുള്ളവർ അതിനെ എങ്ങനെ പരിഗണിക്കും എന്നതിനെ കുറിച്ച്. പിന്നെ അതിൻ്റെ റിസൾട്ട്, ആ പരിഹാരത്തിനുള്ള റിസൾട്ട് എത്ര കാലം നീണ്ടു നിൽക്കും എന്നതിനെ കുറിച്ചും. പിന്നെ അത് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചും എല്ലാം വിശകലനം ചെയ്തിട്ടുള്ള പരിഹാരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നാലാമതായിട്ട്, 3 ഓപ്ഷനുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക. 2, അതിന് പരിഹാരങ്ങൾ ഒരുപാട് കണ്ടെത്തുക. 3, ആ പരിഹാരങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. നാലാമത്തത്, ആ മികച്ചത് തിരഞ്ഞെടുത്ത ആ പരിഹാരത്തെ നമ്മൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തും, പരിഹാരങ്ങൾ കണ്ടെത്തും, പക്ഷെ ആ പരിഹാരം നടപ്പിലാക്കുകയില്ല. അങ്ങനെ ആയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി, അതിൽ ഓപ്ഷനുകൾ ഉണ്ടാവും, ഒരുപാട് പരിഹാരങ്ങൾക്ക് ആ ഓപ്ഷനുകൾ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുത്തതിനു ശേഷം ആ മികച്ചതിനെ നമ്മൾ നടപ്പിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ഗമനം വളരെ ഒഴുക്കുള്ളതായി മാറുകയുള്ളൂ.